നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം തിരുലിഖിതം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം കുട്ടികളെയും രോഗികളെയും വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നവരെയും അനേക വിധത്തിൽ ക്ലേശം അനുഭവിക്കുന്ന കുടുംബങ്ങളെയും ലക്ഷോപലക്ഷം ജനങ്ങളെ ഇതാ ഈ നിമിഷങ്ങളിൽ സ്വർഗം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ 35-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുലിഖിതങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്: ഇതാ ഞാൻ പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. ദൈവം ഒരുമിച്ച് കൂട്ടി, ദൈവം തൻ്റെ അത്ഭുത സാന്നിധ്യം നൽകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ഇതുമാതിരി ശുശ്രൂഷകൾ പങ്കുചേർന്നപ്പോൾ എങ്ങനെയാണ് ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തിൻ്റെ കണ്ണുനീരൊപ്പിയത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അർച്ചന. ഞാൻ എൻ്റെ മോന് സാക്ഷ്യത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. കലൂരാണ് താമസിക്കുന്നത്. മോന് പനിയായിട്ട് 2 ദിവസം നന്നായിട്ട് പനിച്ച് കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനങ്ങുന്നു പോലും ഇല്ലായിരുന്നു. ഒരു ഇച്ചിരി സമയം പോലും അവൻ അടങ്ങിയിരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ള തൊമ്മൂന് ഇതുപോലെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. അങ്ങനെയാണ് വെള്ളിയാഴ്ച 11 മണിക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വട്ടായിലച്ഛൻ പറഞ്ഞു, ഇവിടെ വന്ന് നേർന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരാൻ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുള്ളവർ. ഞാൻ അങ്ങനെ നേർന്നു, അപ്പോൾ തന്നെ അങ്ങ് നേർന്നു. അത് നേർന്നതും എൻ്റെ മോന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കും. ഞാൻ ചോദിച്ചു, തൊമ്മു എന്ത് വേണം തൊമ്മുവിന് ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും വേണോ? അപ്പം തൊമ്മു പറഞ്ഞു, അതുവരെ വർത്താനം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ജ്യൂസ്. ഞാൻ വേഗം ജ്യൂസ് കൊണ്ട് കൊടുത്തു. അത് കുടിച്ചതും അവൻ സൈക്കിൾ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്പീഡിൽ ഓടി നടക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ കുട്ടിയുടെ ആ പനിയെ ശാസിച്ച് ആ കുട്ടിയെ അങ്ങോട്ട് എഴുന്നേൽപ്പിച്ച്. പണ്ട് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ ചെന്ന് പനിയെ ശാസിച്ച യേശു നിങ്ങൾ ഓർക്കണില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ തൊമ്മുവിൻ്റെ അടുത്ത് വന്നിട്ട് പനിയെ ശാസിച്ച് തൊമ്മുവിനെ എഴുന്നേൽപ്പിച്ച്. തൊമ്മു സൈക്കിൾ എടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാര്യം കർത്താവിൻ്റെ സഭ സമ്മേളിക്കുന്ന ഈ സമയത്ത് കല്ലൂരിൽ നിന്ന് ഇവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വ്യക്തിക്ക് കലൂരിന്ന് മേഴ്സി എന്ന് പറഞ്ഞ സഹോദരിക്ക് മറ്റൊരു അനുഭവം പറയാനുണ്ട്.
എൻ്റെ പേര് മേഴ്സി. ഞാൻ കലൂർ കത്രിക്കടവ് സെൻറ് ഫ്രാൻസിസ് സേവിയർ പള്ളിയുടെ അവകാംഗമാണ്. സേവിയാർ പുണ്യാളൻ്റെ പള്ളി എന്നാണ് എനിക്കിഷ്ടമായി പറഞ്ഞു. ഞാൻ 2008 അഭിഷേകാഗ്നി ധ്യാനത്തിൽ ഇവിടെ പങ്കെടുക്കുകയും എന്നാൽ ഞങ്ങളുടെ വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ഞങ്ങൾ ഒത്തിരി 5-8 വർഷം മുമ്പ് വീട് പണിക്ക് വേണ്ട മണൽ 1995 ആണ്ടിൽ മണല് കല്ല് ഇതെല്ലാം അടിച്ചവിടെ ഇട്ടിരിക്കുകയാണ്. പണി നീങ്ങണേ ഇല്ല. പണി തുടങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ 2008 അഭിഷേകാഗ്നി ധ്യാനത്തിൽ അച്ഛൻ്റെ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് വീട് പണിയെല്ലാം തടസ്സപ്പെട്ട് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് വെഞ്ചിരിച്ചിട്ടാൽ ആ പണി തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആ ചരലിൽ നിന്ന് കുറച്ച് മുറ്റത്ത് കിടന്ന മണലിൽ നിന്ന് ഒരുപടി മണൽ വാരി കൊടുന്ന് അന്ന് ആ വെഞ്ചിരിപ്പിന്റെ സമയത്ത് ഈ അമ്മ അങ്ങോട്ട് വെഞ്ചിരിപ്പിച്ച് എന്നിട്ടോ അവിടെ കൊണ്ട് മണലിൻ്റെ കൂടെ ഇട്ട് പിന്നെ ഞാൻ ദിവസവും ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2008 സെപ്റ്റംബറിൽ 8-ാം തീയതി വീട് പണിയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പ്ലാൻ വരച്ചതിലും വിപുലീകരിച്ച് നല്ല രീതിയിൽ പണിയാൻ സാധിച്ചു. മുകളിൽ 2 പോർഷനായിട്ട് പണിയാനും ബെസ്റ്റ് വീട്, നല്ലൊരു വീട് പണിയാൻ ഉദ്ദേശിച്ച ചെറിയൊരു വീട്. പക്ഷെ ദൈവം പണിയാനങ്ങ് തുടങ്ങിയപ്പം വിസ്തരിച്ചൊരു വീട് അങ്ങോട്ട് പണിത്. എത്ര മാസം കൊണ്ട് തന്നെ പണി തീർന്ന്? 8 മാസം കൊണ്ട് വീട് പണി തീരുകയും മോളിൽ 2 വശത്തും നല്ല വാടകക്കാരെ തരികയും ചെയ്തു. 1995 മണല് കല്ല് ഇതൊക്കെ അടിച്ചവിടെ കിടക്കണം തുടങ്ങിയിട്ട് 1 ഇഞ്ച് പണി നീങ്ങിയില്ല. അപ്പോഴാണ് 2008 വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടുണ്ട്. 2008 വെഞ്ചിരിക്കാനുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്ന് വെഞ്ചിരിച്ച് തരുമെന്ന് കേട്ടപ്പോൾ ഈ അമ്മ മുറ്റത്ത് കടന്ന് ചരല് കൊണ്ട് ഒരു പിടി ചരല് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് യേശുവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് അങ്ങനെ അച്ഛന്മാർ വെഞ്ചിരിച്ചപ്പോൾ അങ്ങനെ വെഞ്ചിരിച്ചു കൊടുത്ത് വെഞ്ചിരിച്ച സമയത്ത് ദൈവശക്തി നമ്മൾ ആവസിച്ച് ഇത് അവിടെ കൊണ്ടിട്ട് പിന്നെ അധികം താമസമില്ല, പെട്ടെന്ന് നന്നായിട്ട് വീട് പണി തുടങ്ങി. 8 മാസത്തിനുള്ളിൽ പണി പൂർത്തിയായി. അതും വിചാരിച്ചാലും നല്ല വിശാലമായ ഒരു വീട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഇതേപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ കൂട്ടായ്മയിലാണ് നാം എല്ലാവരും പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭവനങ്ങളിലുള്ളവർ നിങ്ങൾ ഒരു വലിയ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ ഒരു ധ്യാനകേന്ദ്രത്തിൽ എന്നതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ഇപ്പോൾ ഇവിടെ പറയുന്ന ഓരോ പ്രാർത്ഥനകളും ടീമിനോട് ചേർന്ന് ഉറക്കെ പറയുക, ഉറക്കെ പാടുക, ഉറക്കെ സ്തുതിക്കുക. നന്നായി ദൈവ ശുശ്രൂഷകളിൽ പങ്കുചേരുക. കുട്ടികളും മുതിർന്നവരോടുകൂടെ പങ്കുചേരണം. ആരെങ്കിലും വിശ്വാസമില്ലാത്ത അനുഭവം ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരും ആത്മീയമായി ഒന്ന് എളിമപ്പെടുക, അനുസരിക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. രോഗികൾ അവരെവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത് കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്ന അത്ഭുത നിമിഷമാണ്. എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിന്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, രോഗങ്ങളെ സമർപ്പിക്കുന്നു, കടബാധ്യതകളെ സമർപ്പിക്കുന്നു, കുടുംബ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു, കഠിനമായ വ്യാധികളെ സമർപ്പിക്കുന്നു, പഠിക്കാൻ തടസ്സമുള്ള കുട്ടികളെ സമർപ്പിക്കുന്നു, ജോലി തടസ്സമുള്ള യുവതിവാക്കന്മാരെ സമർപ്പിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലുമായി ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ സമർപ്പിക്കുന്നു. വൈദികരെ സമർപ്പിക്കുന്നു, സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. യേശുവേ, യേശുവേ, അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ, അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. വലിയ ശക്തിയോടെ ആരാധിക്കുന്നു.
ദൈവമേ, ഈ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള അന്ധകാരത്തിലെ പീഡകൾ വിട്ടുമാറി പോട്ടെ. യേശുക്രിസ്തുവിന്റെ അത്ഭുത ചൈതന്യം ഇവരിലേക്ക് നിറഞ്ഞു കവിയട്ടെ. സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, വചനം നിറയട്ടെ, കൃപ നിറയട്ടെ. കുട്ടികളെല്ലാം അഭിഷേകം പ്രാപിക്കട്ടെ, പഠിക്കാൻ നല്ല ബുദ്ധി ലഭിക്കട്ടെ, രോഗികളായ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയിൽ വൈകാരികത പാടില്ലെന്നോ? സങ്കീർത്തന പുസ്തകത്തിൽ 89-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നു, ഉത്സവഘോഷത്തോടെ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ 35-ാം സങ്കീർത്തനത്തിൽ 27-ാം തിരുലിഖിതം, എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഉച്ചത്തിൽ ദൈവത്തെ വിളിക്കാനും ഉച്ചത്തിൽ ആരാധിക്കാനും ദൈവമക്കൾക്ക് നിർദ്ദേശം നൽകുകയാണ്. എന്നാൽ നാം ഇതുമാതിരി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചാൽ, ഉച്ചത്തിൽ ദൈവത്തെ ആരാധിച്ചാൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ച് അറിയാവുന്ന സാത്താൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കള വിതയ്ക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നുണചിന്ത വിതയ്ക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചില തരത്തിലുള്ള അന്ധകാര ചിന്തകളെ അവൻ വാരി വിതറുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം സ്വരം, പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം ബഹളം, പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം കൈകൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇങ്ങനെ പല ചിന്തകൾ അവരെ വിഷമിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ധ്യാന കേന്ദ്രവും ഇങ്ങനെയുള്ള വലിയ ബഹളമുള്ള ധ്യാനവും ഇഷ്ടമല്ല. കാരണം അവിടെ മുഴുവൻ വൈകാരികത, വികാരം ഇളക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ധ്യാന കേന്ദ്രമൊന്നും ഇഷ്ടമല്ല. നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ചിന്ത ആത്മാർത്ഥമായി അദ്ദേഹം പങ്കുവെച്ചതാണ്. എനിക്ക് ഈ ബഹളവും പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ല. അദ്ദേഹം പറയുകയാണ്, പ്രാർത്ഥനയിൽ അവിടെ വികാരം ഇളക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തന്നെ ഒരു നാണക്കേട് പോലെ തോന്നി. പ്രാർത്ഥിക്കുമ്പോഴും മറ്റും ഇത്രമാത്രം വികാരം ഇളക്കേണ്ട കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് നല്ലൊരു ബൈബിൾ പണ്ഡിതനോട് സംസാരിക്കാൻ ഇടവന്നു. ഞാൻ ആ ബൈബിൾ പണ്ഡിതനോട് ചോദിച്ചു, ഇങ്ങനെ സ്തുതിക്കുന്നതും കൈകൾ ഉയർത്തുന്നതും കൈയടിക്കുന്നതും ഇങ്ങനെ നല്ല ശക്തിയിൽ ദൈവത്തെ ആരാധിക്കുന്നതും അത് ദൈവവചനം നിരോധിക്കുന്നുണ്ടോ? ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ആ ബൈബിൾ പണ്ഡിതൻ വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറയുകയാണ്, സ്തുതിപ്പ്, ദൈവാരാധന, ഉച്ചത്തിലുള്ള പ്രാർത്ഥന വൈകാരികമായ ഒരു പ്രാർത്ഥന തന്നെ. വികാരം വറ്റിപ്പോയവർക്ക് ഈ പ്രാർത്ഥന നടക്കുകയില്ല, ഈ പ്രാർത്ഥന ചേരുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ വികാരം മരച്ചു പോയ ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ചില കഠിനമായ ജീവിതാനുഭവങ്ങൾ, ഒരു മരണം കണ്ടു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില കഠിനമായ കൈപ്പേറിയ അനുഭവങ്ങൾ, പെട്ടെന്ന് മനസ്സിൻ്റെ വികാരത്തിൻ്റെ മേഖല അങ്ങോട്ട് മരവിച്ചു പോയി. പിന്നെ ചിരിക്കാനും പറ്റിയല്ല, പിന്നെ കരയാനും പറ്റില്ല, പിന്നെ കണ്ണുനീര് വരുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല. മനസ്സ് മരച്ചു പോയ അവസ്ഥയുള്ള ആളുകളുണ്ട്, ഹൃദയം മരച്ചു പോയ അവസ്ഥയുള്ള ആളുകളുണ്ട്, വൈകാരിക ഊഷ്മളത നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള സ്തുതിപ്പോ പ്രാർത്ഥനയോ ഒട്ടും ചേരുകയില്ല. എന്നാൽ
ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയ വലിയ ബൈബിൾ പണ്ട് പഠിപ്പിക്കുകയാണ്, സ്തുതിപ്പ് എന്ന് പറയുന്നത് മനോജ്ഞങ്ങളായ മാനുഷിക വികാരങ്ങളുടെ ബഹിർസ്ഫുരണമാണ്. നമ്മുടെ മനസ്സിൽ നല്ല നല്ല ഭാവങ്ങളുണ്ട്. അത്ഭുതം, സന്തോഷം, ബഹുമാനം, ആനന്ദം, ഇങ്ങനെയുള്ള മനോജ്ഞങ്ങളായ മാനുഷിക ഭാവങ്ങളുടെ ബഹിർസ്ഫുരണമാണ് ദൈവസ്തുതിപ്പ്. ആ സമയത്ത് അതിന് നിയന്ത്രണമില്ല. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. എന്താ ആർപ്പ് വിളി? ആർപ്പ് വിളിയിൽ അവിടെ നിയമമില്ല, അവിടെ നിയന്ത്രണമില്ല, അവിടെ പരിധിയില്ല. കൂട്ടമായി അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് ഉച്ചത്തിലുള്ള വികാര പ്രകടനമാണ് ആർപ്പ് വിളി. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അങ്ങനെ വിറങ്ങലിച്ച് ഉണങ്ങിയ വിറക് കമ്പ് പോലെ അങ്ങനെ നാം നിർവികാരരായി, അങ്ങനെ നാം നിശ്ചലരായി, അങ്ങനെ ഉണങ്ങി കരിഞ്ഞിരിക്കണം, ഉണങ്ങി തിരിഞ്ഞിരിക്കണം എന്നല്ല നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിക്കാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാമത് തിരുലിഖിതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റമെന്ന പോലെയും മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടമെന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ ഒരു സമൂഹമായിരിക്കും അത്. ശബ്ദമുഖരിതമായ ഒരു സമൂഹമായിരിക്കും അത്. ദൈവം തൻ്റെ തൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി അവരെല്ലാവരും ഒരുമിച്ച് വരുന്ന സമയത്ത് അവർക്കൊരു ലക്ഷണമുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ ലക്ഷണം ഇങ്ങനെയാണ് പറയുന്നത്, അവർ ശബ്ദമുഖരിതമായ ഒരു സമൂഹമായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എല്ലാവരും ഒരു പരിധി വേണം. ഇത്രയും ഒച്ച വേണ്ട, ഇത്രയും കൈ ഉയർത്തണ്ട, ഇത്രയും കൈ അടിക്കണ്ട, ഇത്രയും ബഹളം വേണ്ട. അങ്ങനെ നാം പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഒരു ചിന്തയാണ് അവിടെ ജനങ്ങളോട് പറയുന്നത്. നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഒരു ചിന്തയാണ് നാം മറ്റുള്ളവരോട് പറയുന്നത്. അതുവഴി ദൈവവചനപ്രകാരം നടക്കുന്ന ഒരു ദൈവ പൈതലിനെ നീ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശമാണ്, ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം, ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കണം. വീണ്ടും ദൈവത്തിൻ്റെ വചനം നമുക്കിതിനെക്കുറിച്ച് വെളിപ്പെടുത്തൽ നൽകുന്നൊരു ഭാഗമാണ് പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൽ 30-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിന് ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ മുഴുകുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ നാം വ്യാപരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കഴിവും നമ്മൾ ഉപയോഗിക്കണം, നമ്മുടെ എല്ലാ ശക്തിയും നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ സന്ധ്യാപ്രാർത്ഥന ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ചടങ്ങ് പോലെ തീർത്താൽ പോരാ. നല്ല ശക്തിയിൽ നന്നായി പാട്ടുപാടി തുള്ളിച്ചാടി നന്നായിട്ട് ദൈവത്തെ ആരാധിക്കണം. നാം ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ഉച്ചസ്വരത്തിൽ നമ്മൾ പാടണം, ഉച്ചസ്വരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നാം ഒരു സഭയായി സമ്മേളിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനായി സമ്മേളിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ എവിടെ ഒരുമിച്ച് കൂടിയാലും ഊർജ്ജസ്വലത, ഉന്മേഷം, സന്തോഷം, കൂട്ടായ്മ, ഉണർവ്, ഇത് ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 89-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ഉത്സവഘോഷത്തോടെ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു. എന്താ ഉത്സവഘോഷം? ഉത്സവം, പൂരം, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞ വലിയ ജൂബിലൻ്റായ വൈബ്രൻ്റായ ഒരു സമൂഹമാണത്. ഒരു പൂരപ്പറമ്പ്, ഒരു ഉത്സവ പറമ്പ്, അവിടുത്തെ രംഗങ്ങൾ ചിന്തിച്ച് നോക്കുക. അവിടെ നിയമവും നിയന്ത്രണം വല്ലതും ഉണ്ടോ? ജൂബിലൻ്റായ ഒരു ജനസമൂഹം. ഒരു പള്ളി പെരുന്നാളിൻ്റെ രംഗം ചിന്തിച്ച് നോക്കുക.
അതേപോലെ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉത്സവഘോഷത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിച്ചാൽ അവിടെ ദൈവത്തിന് സാന്നിധ്യമുണ്ട്. രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, എലീഷ പറഞ്ഞു, ഒരു ഗായകനെ എൻ്റെ അരികിൽ കൊണ്ടുവരിക. അവർ ഒരു ഗായകനെ കൊണ്ടുവന്നു. ഗായകൻ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എലീഷയുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ സമൂഹം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ജൂബിലൻ്റായി ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തെ ഉച്ചത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവം അവിടെ എഴുന്നള്ളി വരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് ആ സമൂഹത്തിലേക്ക് ആവസിക്കുകയാണ്. അപ്പോൾ യെശയ്യാ 35-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ സംഭവിക്കും. അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു, ബധിരരുടെ ചെവി ഇതാ തുറക്കുന്നു, ഇതാ മൂകരുടെ നാവ് ആനന്ദഗീതം ആലപിക്കുന്നു, ചുട്ടുതപ്പിച്ച മലരണ്ടും ജലാശയമായി മാറുന്നു. ഇതേപോലെ വൻ കാര്യങ്ങൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ ആ സമൂഹത്തിൽ ദൈവ സാന്നിധ്യത്താൽ മഹാകാര്യങ്ങൾ സംഭവിക്കുകയാണ്. നെടുങ്കണ്ടം കൺവെൻഷൻ നടക്കുമ്പോൾ ഒരമ്മച്ചി അട്ടപ്പാടിയിൽ വന്ന് ഉറക്കെ ദൈവത്തെ വിളിച്ച് സ്തുതിച്ചപ്പോൾ ദൈവം പെട്ടെന്ന് വന്ന് ശരീരത്തിൽ വരുത്തിയ വിടുതലിനെ കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. എനിക്ക് 12 വർഷമായിട്ട് എൻ്റെ ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ട ഒരു ആളാണ്. 12 വർഷമായിട്ട് 85% കേൾവി നഷ്ടപ്പെട്ടു പോയി. ഏത് ചെവിക്കാ? ഈ ചെവിക്കാണോ ഈ ചെവിക്കാണോ? 2 ചെവിയിലും. 2 ചെവിയുടെയും കേൾവി 85% നഷ്ടപ്പെട്ട ഒരമ്മയാണ്. 12 വർഷമായിട്ട് ആ വിഷമത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് 2-3 വർഷം ഇയർഫോൺ ഉപയോഗിച്ചു. ഫോൺ ഉപയോഗിച്ചു. 2011 ഏപ്രിൽ മാസം ആദ്യ വെള്ളിയാഴ്ച സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലെ കൺവെൻഷനിൽ ഞാൻ സംബന്ധിച്ചു. ആരാധനയുടെ സമയത്ത് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊന്നും തിരിയുന്നൊന്നുമില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു പൊട്ടിയാണ്, എനിക്കൊന്നും അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ അച്ഛൻ എന്തൊക്കെയോ പറയണ്ടേ, എനിക്കൊന്നും കേൾക്കണമില്ല, മനസ്സിലാകണമില്ല, ഞാനൊരു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അത് ആ സമയത്ത് എൻ്റെ ചെവി കൂടെ ഓട്ടോറിക്ഷ ഓടുന്ന സൗണ്ടും വല്ലാത്ത അസ്വസ്ഥതയുമായി ഞാൻ ഇത് ഓഫ് ചെയ്തു. ഇച്ചിരി കഴിഞ്ഞ് പിന്നെ ഓൺ ചെയ്തപ്പോൾ പിന്നെ ഇത് തന്നെ അവസ്ഥ. ഈ ഒരു ഭയങ്കര വണ്ടിയുടെ അതായത് മെറ്റിലിൻ്റെ പുറത്ത് കൂടെ ഓട്ടോറിക്ഷ ഓടുന്ന സ്വരമായി എൻ്റെ ചെവിയിൽ. നല്ല റോട്ടിലല്ല, മെറ്റിലിൻ്റെ പുറത്ത് കൂടെ പോകുന്ന എന്നും പറഞ്ഞുള്ള സൗണ്ടാണ്. ആ സമയത്ത് ഞാൻ ഇത് ഒരു ബാഗിനകത്ത് വെച്ചു. 2011 ഏപ്രിൽ ആദ്യ വെള്ളിയാഴ്ച ഇയർഫോൺ ചെവിയിരിക്കുമ്പോഴാണ് ഈ ഭയങ്കരമായി വണ്ടി ഓടി ചെവിയിലേക്ക് കയറുന്ന മാതിരി സ്വരം. അപ്പം എന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ ഊരി ബാഗിലേക്ക് വെച്ച് അമ്മച്ചി മടുത്തിട്ട് ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല. ഫോണിലല്ലേ, കയ്യിൽ ഫോണുണ്ട്, പക്ഷേ ഇത് ബെല്ലടിച്ചാലൊന്നും ഞാൻ കേൾക്കുകയില്ല. ചിലപ്പോൾ അവർക്ക് ഇതെല്ലാം മരിച്ച ദൂരോട്ട് ഇറങ്ങിച്ചാൽ വല്ലയിടത്തും പോയാലെന്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു സന്തോഷമാണ്, ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ചെവിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മച്ചിയുടെ അനുഭവം ശ്രദ്ധിച്ച 10,000 ഒരുമിച്ച് കൂടി ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ സമയത്ത് ഈ അമ്മച്ചി ഇങ്ങനെ ഹൃദയം തുടങ്ങിയപ്പോൾ ആ അമ്മച്ചിയുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ശരീരത്തിൻ്റെ കേടുകൾ ഇതാ ദൈവാത്മശക്തിയാൽ തൽക്ഷണ ശരീരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയി വിടുതലുണ്ടായി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ പ്രകടമായതിൻ്റെ ഒരു അടയാളം ദൈവ സമൂഹത്തിൽ വെളിപ്പെടുത്തിയതാണത്. ഇതേമാതിരി ഓരോ കുടുംബങ്ങളിൽ ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഓരോ സന്ധ്യാപ്രാർത്ഥന നന്നായിട്ട് ജീവനോടെ പാട്ട് പാടുമ്പോൾ, ഓരോ പ്രാർത്ഥനകളിലും ജീവനോടെ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം അവിടെ മഞ്ഞ് പെയ്തിറങ്ങുന്നത് മാതിരി അവിടെ വർഷിക്കപ്പെടും, അവിടെ സാന്നിധ്യം അവിടെ നിറയുമെന്ന് ദൈവവിശുദ്ധ ലേഖനങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലാകാൻ, ദൈവത്തെ ഉച്ചത്തിൽ ആരാധിക്കുന്ന ആനന്ദിക്കുന്ന ഒരു പൈതലായി മാറാൻ. ഓ ദൈവമേ, എനിക്ക് ഉണർവോടെ അങ്ങേ ആരാധിക്കുന്ന ഒരു പൈതലായി മാറണം. എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങേ സ്തുതിക്കുകയും അങ്ങ് ആരാധിക്കുകയും ചെയ്യുമ്പോൾ വലിയ ആഹ്ലാദവും സന്തോഷം ഉണ്ടാകുന്ന വിധം എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ആഹ്ലാദാരവങ്ങളോടെ ഞാൻ കർത്താവിൻ്റെ കൂടാരത്തിൽ ബലികൾ അർപ്പിക്കും. 2 കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉണർവ്, ഉച്ചസ്വരത്തിലുള്ള പ്രാർത്ഥന, കയ്യടി, സ്തുതിപ്പ് ഇതൊരു അപാകതയല്ല, ഇതൊരു ഗ്രേസ് ആണ്, ഇതൊരു മഹത്വമാണ്, ഇതൊരു ശ്രേഷ്ഠതയാണ്. ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. ദൈവത്തിന്റെ
ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. സങ്കീർത്തന പുസ്തകത്തിൽ 27-ാം അധ്യായം 6-ാം തിരുലിഖിതം, ആഹ്ലാദാരവങ്ങളോടെ ഞാൻ കർത്താവിൻ്റെ കൂടാരത്തിൽ ബലികൾ അർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Come, Lord Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി, യേശുവേ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഉറക്ക പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അന്ധകാരങ്ങൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. Glory, glory. ആരാധന. യേശുവേ, 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 യേശുവേ.